കെ.പി. ഗണേഷ് കുമാറിന്റെ പ്രശ്നത്തിൽ ഇന്നിപ്പോ എന്തായിരിക്കും LDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന മറുപടി വിശദീകരണം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായപ്പോൾ കേരളത്തിലെ പോലീസ് സ്വീകരിച്ച സമീപനം എന്നത് വിമർശന വിധേയമായതാണ്. അതിലുള്ള നിരാശ അദ്ദേഹത്തിന്റെ പത്നി തന്നെയും പബ്ലിക്കായി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗണേഷ് കുമാർ ഒരു ലീഗൽ എസ്കലേഷൻ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് നിയമപരമായി ഈ സംഗതി വലുതാവുന്ന ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ഒരു സമവായ ചർച്ചയിലൂടെ കഴിഞ്ഞു. പക്ഷേ ആ സമവായമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു അട്രോസിറ്റി സീനിലേക്ക് വന്നുവിട്ട പോലീസ് മന്ത്രി ആയതുകൊണ്ട് പെട്ടെന്ന് മുങ്ങിക്കളഞ്ഞു എന്ന പ്രശ്നം അവിടെ കിടക്കുന്നു. അങ്ങനെയാണോ സർക്കാരിന്റെ സമീപനം? ഏത് ഉന്നതന്മാരെയും പിടിച്ചകത്തിടാൻ മടിയില്ലാത്ത ഭരണകൂടം ഭരിക്കുന്ന നാട് എന്ന് സർക്കാർ അവകാശവാദം പറയുമ്പോൾ മന്ത്രിയുടെ വീട്ടിലേക്ക് 118 വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ഉള്ളത് മന്ത്രിയാണെന്ന് മനസ്സിലാക്കുന്നു. മന്ത്രിയുടെ ഭാര്യയ്ക്കെതിരായിട്ടുള്ള സ്റ്റാഫിന്റെ അട്രോസിറ്റീസിനോട് മൗനം അവലംബിക്കുന്നു. ഇതാണോ പോലീസിന്റെ നയപരിപാടി, സമീപനം എന്ന കാര്യം വിശദീകരിക്കേണ്ടി വരും എന്നതിൽ തർക്കമൊന്നുമില്ല. പിന്നെ എത്ര പ്രണയവുമാകാം അല്ലെങ്കിൽ മന്ത്രിക്ക് എത്ര റിലേഷൻഷിപ്പുമാകാം എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. കാരണം ഇത്തരം ധാർമ്മികതാ പ്രശ്നങ്ങളിലൊക്കെയും തന്നെ കർശന നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് ആര്? ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, അത് ഇടതുപക്ഷമായാലും കൊള്ളാം, UDF ആയാലും കൊള്ളാം, എല്ലാവരും കർശനമായ ധാർമ്മികതയുടെ അപ്പോസ്തലന്മാരായി നാം കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ആ ഏരിയയും വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പണ്ട് വിവാദമായ ചുംബന സമരം നടക്കുന്ന കാലത്ത് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പുറത്തു ചെയ്യാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളാണ് CPIM-ന്റെ PB അംഗമായ പിണറായി വിജയൻ. സോ അതുകൊണ്ട് ധാർമ്മികതയുടെ കാര്യത്തിലും പൂർണ്ണമായും അങ്ങോട്ട് മാറി നിൽക്കാൻ കഴിയും, പുരോഗമനവാദം പറയാൻ കഴിയും എന്നൊന്നും തോന്നുന്നുമില്ല. എന്തായാലും ഈ കാര്യത്തിൽ വിശദീകരണം ഇനിയും വേണ്ടിവരും, വിശദമായത് തന്നെ വേണ്ടിവരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് പക്ഷേ ഒത്തുതീർപ്പാക്കാൻ കഴിയുന്ന വിഷയമല്ല ഗണേഷ് കുമാറിൻ്റേത് എന്ന നിലപാട് ഓൾറെഡി കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. KPC പ്രസിഡന്റൊക്കെ പറയുന്നത് അത് തന്നെയാണ്. സെയ്ഫ് സൈൻലാബ്ദിനോട് തുടരുന്നു. സെയ്ഫ്, അപ്പോൾ ഈ മന്ത്രിയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം എന്നതിൻ്റെ ഒരു ലീഗൽ എസ്കലേഷൻ ഒഴിവാക്കാൻ കഴിഞ്ഞു. പക്ഷേ രാഷ്ട്രീയ പ്രശ്നം അപ്പോഴും കിടക്കുകയാണോ അവിടെ? അതെ നിഷാദ്, ആ രാഷ്ട്രീയ പ്രശ്നം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഗണേശനെ സംബന്ധിച്ച് നിയമപരമായിട്ടുണ്ടാകാൻ പോയിരുന്ന പ്രതിസന്ധികൾ അതിനെ മറികടക്കാൻ വേണ്ടി ഗണേഷ് കുമാറിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ബിന്ദു മേനോൻ പരാതി കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. അത് ഗണേഷ് കുമാറിനെതിരെ കേസെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അഡൾട്ടറി ഫയൽ ചെയ്യാൻ കഴിയില്ല. കാരണം അത് അഡൾട്ടറി ഫയൽ ചെയ്യണമെങ്കിൽ ഈ പറയപ്പെടുന്ന സ്ത്രീയുടെ, ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവിനാണ് അഡൾട്ടറി അതിനകത്ത് ഫയൽ ചെയ്യാൻ കഴിയുക. ആ ലീഗൽ ഇത് മാറ്റി നിർത്താം. ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം വേണമെങ്കിൽ ആ പരാതി കിട്ടിയിരുന്നെങ്കിൽ കേസെടുക്കാം. അങ്ങനെയെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വരുമായിരുന്നു. കാരണം ആദ്യ കേസിൽ 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസെടുത്തതിന് പിന്നാലെയാണ് ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതിന് പക്ഷേ ഒരു ഫോൺ കോൾ കൊണ്ട് ഗണേഷ് കുമാർ അതിനെ മറികടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കോൾ കൊണ്ട് ഈ പറയുന്നയാൾ, ഈ എതിർചേരിയിലുള്ള ബിന്ദു മേനോൻ എന്ന് പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ കൺവിൻസ്ഡ് ആയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞ വാചകം അത് തന്നെയാണ്. ഇന്നലെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് താൻ ഇന്നലെ അങ്ങനെ സംസാരിച്ചത്, തനിക്ക് വട്ടാണ് എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ അപ്പോഴും ഞാനൊരു ഫോൺ കോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ ഫോൺ കോൾ പ്രതീക്ഷിച്ച് തന്നെയാണ് താൻ ഇരുന്നത്. ആ ഫോൺ കോൾ വന്നു, അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറഞ്ഞ് ഇനി ആ പ്രശ്നം പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല, നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തമ്മിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് പറയുകയും അതിന് ഞാൻ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും, ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു തീർക്കാം എന്ന ലൈനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ ഈ വിഷയം ഇനിയും എൻ്റെ പേര് അതിനകത്ത് വലിച്ചിഴക്കരുതെന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ലീഗലി ഉള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഗണേഷ് കുമാർ അതിനെ മറികടന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ധാർമ്മികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് നിഷാദ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടതുമുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവുമായി ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം തിരികെ പറഞ്ഞ വാചകം, ആ വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇപ്പോഴില്ല എന്ന നിലയിലേക്ക്, അതിനകത്തൊരു അതൃപ്തിയുടെ സ്വരം കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും
അത് സെറ്റിലായി, തെരഞ്ഞെടുപ്പ് സമയത്ത് അത് സെറ്റിലായി എന്ന പൊതു വിലയിരുത്തലിലേക്ക് ഇടതുമുന്നണിയുടെ നേതൃത്വവും സംസ്ഥാന സർക്കാരും എത്തിച്ചേർന്നു എന്ന് കണക്ക് കൂട്ടാം. പക്ഷേ വിടാൻ പ്രതിപക്ഷം ഒരുക്കമല്ല. അതിന് മറുപടി പറഞ്ഞു പോകേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ? അവർക്ക് അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായോ? പോലീസ് എത്തിയ ശേഷം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടേണ്ടി ഇരിക്കുന്നു. അതിന് മറുപടി പറയേണ്ടത് ഒന്ന് പോലീസാണ്. അതുപോലെ തന്നെ ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ചിത്രങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ചിത്രം പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാറിന് ആ ഒരൊറ്റ ചിത്രം കൊണ്ട്, കഴിഞ്ഞ തവണ ഒരു ചിത്രമാണ് അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയത്. അദ്ദേഹം മുറിവേറ്റിരിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആ കോലാഹലം കുറച്ച് വർദ്ധിച്ചത്. ഇപ്പോൾ ആ ചിത്രമുണ്ട് എന്ന് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ചിത്രം പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും അത് മറ്റൊരു പ്രതിസന്ധി ഉണ്ടാക്കും. പക്ഷേ ചിത്രം പുറത്തു വരില്ല എന്ന ഉറപ്പ് ഗണേഷ് കുമാർ CPM-ന്റെ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. അത് ഇവരുമായി സംസാരിച്ചപ്പോൾ തന്നെ അതിനുള്ള ഉറപ്പ് ചിലപ്പോൾ ഒരു പക്ഷേ അവർ കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ചിത്രം പുറത്തു വരില്ല എന്ന ഈ നിലയിലേക്ക് അദ്ദേഹം ഉറപ്പ് നൽകുന്നത്. അങ്ങനെ വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ചിത്രം പുറത്തു വന്നാലുള്ള അവസ്ഥ അറിയാം. സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ത്രീയുമായി ഗണേഷ് കുമാർ നിൽക്കുന്നത്, അതിനൊപ്പം ഒരു കുട്ടിയുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ചിത്രം പുറത്തു വന്നാൽ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി മാറ്റുമായിരുന്നു. ആ ചിത്രം പുറത്തു വരില്ല എന്ന് അദ്ദേഹം ഉറപ്പാക്കിയിരിക്കുന്നു എന്ന് വേണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കേണ്ടത്. ഇനി പ്രതിപക്ഷം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇപ്പോൾ കെ മുരളീധരന്റെ ബൈറ്റ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ തീരില്ല എന്ന തരത്തിലാണ് അതിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ കുറച്ച് കരുതലോടെയാണ് പ്രതികരിച്ചതെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും